CPI-യിൽ നിന്നും പുറത്തുപോയവർ രൂപീകരിച്ച സേവ് CPI-യെ തള്ളിപ്പറയാതെ KE ഇസ്മയിൽ. പാർട്ടിയിലുള്ള എല്ലാവരും എന്റെ ആളുകളായിരുന്നുവെന്നും ഇസ്മയിൽ പറഞ്ഞു. CPI നേതൃത്വം സേവ് CPI-ക്കെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചതുമാണ്. എന്റെ ആളുകൾ തന്നെയായിരുന്നു. ഈ പാർട്ടികളിലൊക്കെ എന്റെ ആളുകൾ തന്നെയായിരുന്നു. അവരൊക്കെ നല്ല സഹാക്കൾ തന്നെയായിരുന്നു. അത് ഇതിൽ കൂട്ടി കുഴക്കണ്ട. പറയുന്നില്ല, ഇല്ലില്ല, തള്ളി പറയുന്നുമില്ല. ഇക്ബാൽ അറക്കൽ നമുക്കൊപ്പം. ഇക്ബാൽ അറക്കൽ, സേവ് CPI-യെ നേതൃത്വം തള്ളിപ്പറയുമ്പോൾ തള്ളുന്നുമില്ല, കൊള്ളുന്നുമില്ല, അവരും എന്റെ ആൾക്കാരാണ് എന്നതാണോ ഇസ്മയിലിന്റെ നിലപാട്? സുജിയ, നിലവിൽ ഇസ്മായിലിന്റെ വാക്കുകളിൽ നിന്ന് അത്തരത്തിലാണ് വായിച്ചെടുക്കേണ്ടത്. കാരണം CPI-യിൽ നിന്നും പുറത്തുപോയ ആളുകൾ ചേർന്ന് രൂപീകരിച്ചാണ് പാലക്കാട് സേവ് CPI ഫോറം എന്ന് പറയുന്ന ഈ സംഘടന. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ സേവ് CPI-ക്കെതിരെയും അതുപോലെ തന്നെ LDF-നെതിരെയും പല ഭാഗങ്ങളിലും മത്സരിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും പാലക്കാട്ടെ മണ്ണാർക്കാട്, വടക്കഞ്ചേരി മേഖലകളിൽ സേവ് CPI-യെ പൂർണ്ണമായും തള്ളുകയും വിമർശിക്കുകയുമായാണ് പാലക്കാട്ടെ CPI-യുടെ നേതൃത്വം. സേവ് CPI-യിലുള്ള ആളുകൾക്ക് നിലവിൽ CPI-യുമായി യാതൊരു രീതിയിലുള്ള ബന്ധവുമില്ല. അവരെ പൂർണ്ണമായും തള്ളിക്കളയുന്നതിനിടയിലാണ് CPI-ന്റെ മുതിർന്ന നേതാവായിട്ടുള്ള KE ഇസ്മായിൽ ഏതായാലും തങ്ങൾക്ക് സേവ് CPI-യിലുള്ളവരെ പൂർണ്ണമായും തള്ളിക്കളയാൻ കഴിയില്ല എന്ന രീതിയിലുള്ള ഒരു പ്രതികരണം ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ഏതായാലും ഇത് വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് വഴിയൊരുക്കുകയാണ്. കാരണം CPI-ക്കും സേവ് CPI-ക്കും ഒരു ബന്ധമുണ്ട് എന്ന രീതിയിൽ വരുത്തി തീർക്കുന്നതാണ് KE ഇസ്മായിലിന്റെ പ്രതികരണം എന്ന രീതിയിലുള്ള വിലയിരുത്തലാണ് ഇപ്പോൾ ഏതായാലും പുറത്തു വരുന്നത്. ഏതായാലും CPI നേതൃത്വം ഇത് പൂർണ്ണമായും തള്ളുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, വിവരങ്ങൾ നൽകിയത് ഇക്ബാൽ അറക്കൽ.